കേട്ടല്ലേ? ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു കയറ്റത്തിലുള്ള ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? വണ്ടി ഇനി വളച്ചു പോകണം, തിരിച്ചു പോകണം. അത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക? മിററിലൂടെ വണ്ടി ഉണ്ടോ നോക്കണം. വണ്ടി ഉണ്ട്, വണ്ടി പൊക്കോട്ടെ. സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ചേക്ക് വേണം. ഇപ്പോൾ ബ്രേക്കിന് കാലെടുത്താൽ എന്താ സംഭവിക്കുക? ഓക്കെ, ക്ലച്ച് മെല്ലെ പൊക്കി ഹാഫ് ക്ലച്ചിലോട്ട് വരും. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമുക്ക് ഹാഫ് ക്ലച്ച് എവിടെ വൈബ്രേഷൻ വരും. വൈബ്രേഷൻ വന്നോ? വരട്ടെ. വെയിറ്റ് ചെയ്യാം. നോ പ്രോബ്ലം. വെയിറ്റ് ചെയ്യാം. കണ്ടോ, വൈബ്രേഷൻ വന്നു. ഇനിയും ക്ലച്ച് പൊക്കിയാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആവും. ഈ വൈബ്രേഷൻ വന്ന സമയത്ത് ബ്രേക്കിൽ നമ്മൾ മെല്ലെ എന്താക്കി? കാലം നിർമ്മിച്ച് പൊക്കിപ്പിടിയടാ, റോഡ് കാണണം. ബ്രേക്ക് മെല്ലെ എടുത്തു. ഓക്കെ, ബ്രേക്ക് മെല്ലെ എടുത്തു. മാറ്റിക്കോ, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിക്കോ. ഇനി മെല്ലെ ഒരു നൂല് ആക്സിറ്റ് കൊടുക്കും. ആക്സിറ്റ് ഒരു നൂല് ചവിട്ട്. യെസ്, ചവിട്ടി. ഇച്ചിരി കൂടെ സൗണ്ട് വന്നോട്ടെ, പേടിക്കണ്ട. അത്ര മതി. ഇനി എത്ര ചവിട്ടിന് കാര്യമില്ല. ചവിട്ടി പിടിക്കേ, അത്ര വേണ്ട. ഒരു ലൈറ്റ് ചവിട്ടി പിടിക്കുക. യെസ്, അങ്ങനെ പിടിച്ചു. ഇച്ചിരി ചവിട്ട്, ഒരു നൂലും കൂടെ ചവിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു വണ്ടി വന്നാൽ നമുക്ക് നിർത്തേണ്ടി വരും. ക്ലച്ച് ചവിട്ടിക്കേ, ബ്രേക്ക് ചവിട്ട്. അപ്പോൾ കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? നിർത്തണം. അപ്പോൾ ബൈക്ക് വന്നുകൊണ്ട് നമ്മൾ നിർത്തിച്ചേ. അപ്പോൾ നമുക്കവിടെ ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ക്ലച്ചിലോട്ട് വന്നു. ടെൻഷനില്ല, തിരക്കാക്കണ്ട. വൈബ്രേഷനിലോട്ട് വരും. വന്നിട്ടില്ല. വരട്ടെ. വൈബ്രേഷനോട്ട് വരും. ഇതൊക്കെ ഇച്ചിരി ക്രൂഷ്യലായിട്ട് സ്ഥലം, റിസ്ക് ഉള്ള സ്ഥലം. ഓക്കെ, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. എന്നിട്ട് വണ്ടി ബാക്കോട്ടാണ് പോകണേ. ബാക്കോട്ടാണ് മെല്ലെ. അങ്ങനെയൊന്നും റിസ്ക് എടുക്കണ്ട. കിട്ടുന്നില്ലല്ലോ, വീഡിയോയിൽ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ക്ലച്ച് മെല്ലെ പൊക്കി വൈബ്രേഷനോട്ട് വന്നിട്ട് ബാക്കോട്ട് പോണില്ല എന്നുള്ള ലെവലിലേക്ക് നമ്മൾ വരണം. വരട്ടെ. ഓക്കെ, ഇനി പൊക്കിയ ഓഫ് ആവും. കണ്ടോ? അതിൽ ഞങ്ങൾ തിരിച്ചു പിടിച്ചേക്കണം. കണ്ടോ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിങ് വേണോ? വേണ്ട. ഓക്കെ, പൊക്കോട്ടെ. ഇനി വണ്ടി മെല്ലെ നിർത്തണം വണ്ടി. ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പോവാ. ഇപ്പം തട്ടൂലെന്ന് തോന്നുന്നു. നമുക്ക് മെല്ലെ ഒന്ന് എടുത്തു നോക്കാം. മെല്ലെ ഒന്നും കൂടെ ബ്രേക്ക് ലൂസാക്ക്. മെല്ലെ ബ്രേക്ക് ഔട്ട്. ചവിട്ട്. ഇനി നമ്മൾ ആ തിരിച്ച സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്യണം? നേരെയാക്കണം. ഓരോ റൗണ്ട് നേരെ ആയിക്കേ. ഹലോ ചേട്ടനോടെ, ബ്രേക്ക് നേരെ എടുത്തോ. ഓക്കെ, നേരെ പുല്ലുരാമ്പാറയ്ക്ക് പോര്. ഒരു റൗണ്ടും കൂടെ നേരെയാക്ക്. പുല്ലുരാമ്പാറയ്ക്ക് പോര്. പുല്ലുരാമ്പാറ മുസ്ലിം പള്ളിൻ്റെ മുന്നിലോട്ട് പോര് കേട്ടോ. വാ, ക്ലച്ചിന് കാലെടുത്തു. ഓക്കെ, വാ, അങ്ങോട്ട് വരേണ്ടി വരും. ഓക്കെ, പോട്ടെ. അപ്പോൾ അവിടെ ഇച്ചിരി നല്ല സ്ഥലത്ത് നല്ല ഇപ്പം നമ്മളെടുത്തേ. ഇച്ചിരി നല്ല വളഞ്ഞു വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിന്ന് എടുത്തേ അല്ലേ? ഓക്കെ, ക്ലച്ച് ചവിട്ടി. അപ്പോൾ സ്പീഡ് കൂടും. കാല് ബ്രേക്കിൽ വെച്ച് സെക്കൻഡിലിട്. ക്ലച്ച് ചവിട്ടിയോ? സെക്കൻഡിലിട്. നിർത്തിയിട്ട് സെക്കൻഡിലിട്ടിട്ട് കാര്യമുണ്ടോ? ഓക്കെ, സെക്കൻഡിലിട്ടോ. ഓക്കെ, മെല്ലെ നേക്കിൽ കാലെടുക്കുക. അപ്പോൾ ആലോചിക്കേ, നമുക്ക് ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് നമ്മൾ കൂടി ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി എന്താവും? നിന്ന് പോകും. നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലോട്ട് ഇടാനാണ് എന്താക്കിയത്? ഓക്കെ, അപ്പോൾ സെക്കൻഡ്. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നീ കൈ വിട്ട് തിരിക്കും. കയറ്റി പിടിക്കുക ഈ കൈ. യെസ്, അല്ലാതെ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കാന്ന് കഴിഞ്ഞാൽ വെറുതെ തിരിയും. കൈ ലെവലാക്കാൻ വേണ്ടി സ്റ്റിയറിംഗ് റെഡിയാക്കാൻ പറ്റില്ല. സ്റ്റിയറിംഗ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൈനെ വിടണം. ആക്സിറ്റ് കൊടുക്കണം. നമ്മുടെ ലെഫ്റ്റ് സൈഡത്തെ ബോർഡ് കണ്ടോ? ഓക്കെ, എല്ലാം പോയാണ്. അപ്പം ഇതിന് മേലെ സ്പീഡ് നമുക്ക് വേണ്ട. നമ്മൾ മുന്നോട്ട് നോക്കി പോവാണ്. മുന്നോട്ട് നോക്കി നമ്മുടെ വണ്ടിയുടെ മുഖം എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കി. ഇനി വീണ്ടും ആക്സിഡൻറ്റ് നിന്ന് കാലെടുത്തു. ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കി തേർഡിലിട്ടു. ഓക്കെ, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞേ? ഇട്ടു. ആക്സിഡൻറ്റ് ഒന്ന് കാലെടുത്താൽ മതി. എന്നിട്ട് നോക്ക്. പൊക്കോട്ടെ. കണ്ടോ? പൊക്കോട്ടെ. മെല്ലെ പൊക്കോട്ടെ. നമ്മുടെ വര നോക്ക്. എന്നിട്ട് കൈ കയറ്റി വെച്ച് തിരിക്ക്. കൈ കയറ്റി വെച്ചിട്ട്. യെസ്, മെല്ലെ. അത്രയൊന്നും ഇരിക്കാണ്ടായിരുന്നോ? അപ്പോൾ മുന്നോട്ട് നോക്ക് കേട്ടോ. അത് റെഡിയാവാണ്ട് ആക്സിഡൻറ്റ് പൊക്കോട്ടെ. അപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ബാക്കി അടുത്ത വീഡിയോ കാണാം. ബൈ.